അപ്പൊ ആരംഭ സമയത്ത് ഇവിടെ പ്രശ്നമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൗലോസ് ഈ ഇവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഇവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ചു 12ഓളം പുരുഷന്മാർ. ഒടുവിൽ ഇവര് പൗലോസിന്റെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദേശത്ത് നടന്നു. വരുന്നവർക്കെല്ലാം സൗഖ്യം, രോഗികൾ എത്ര വന്നാലും അവർക്കെല്ലാം പൂർണ്ണ വിടുതൽ. പൗലോസിന്റെ ദേഹത്ത് ഉത്തരീയവും റൂമാലും ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് രോഗിയുടെ മേൽ കൊണ്ടിട്ടാൽ അന്ന് തന്നെ സൗഖ്യമാണ്. ഇപ്പോഴത്തെ രോഗശാന്തി പോലൊന്നുമല്ല. ഇപ്പോഴത്തെ രോഗശാന്തി വരപ്രാപ്തന്മാർ അവർ തന്നെ ആശുപത്രിയിൽ നിന്ന് മരുന്നെടുത്തോണ്ടിരിക്കുക. പിന്നെ വരുന്നവർക്ക് അവന്റെ ഭാര്യയ്ക്ക് പെമ്പിളയ്ക്ക് അസുഖമായിട്ടപ്പോൾ അന്നേരം കൊണ്ടുപോയി ഭാരതില് വെറുതെ നിന്ന് മേരിയെ തള്ളി തറയിലിടുകയും ചെയ്തു. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചേ, മേരി തറ കിടക്കുന്ന അവൻ്റെ ഭാര്യയായിട്ട് ഭാരതിലും പോയി. അന്ന് ഈ രോഗശാന്തി വരപ്രാർത്ഥന അവിടെ തലയിലോട്ടം കൈ വെച്ച് ശാസിച്ചാൽ പോരെ, അവൾ വെപ്പിക്കും മിക്കവാറും. അവൾക്ക് നിന്നെ നല്ലതുപോലെ അറിയാം നീ ആരാന്ന്. അത് അവള് തലയെ കൈ വെപ്പിക്കാതെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൗലോസിന്റെ ശരീരത്തെ ഉത്തരീയ റൂമാലും കൊണ്ടിട്ട് രോഗികളുടെ കൊണ്ടിട്ട് അന്നേരം സൗഖ്യം. ചുരുക്കി പറഞ്ഞാൽ എഫെസോസിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക. എഫെസോസിന്റെ ഒരു പ്രത്യേകത നല്ലൊരു പ്രകൃതി. ഈ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ പറയാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം. മന്ത്രവാദികളുടെ ഈറ്റില്ലമാണ് എഫെസോസ് പട്ടണം. അവിടെ മന്ത്രവാദികളെ പറ്റി പറഞ്ഞ യഹൂദന്മാര് വരെ അവിടെ മന്ത്രവാദികളാ. അപ്പോൾ മന്ത്രവാദം കൊടികൊത്തി വാടുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം. ആ പട്ടണത്തിൽ ആ സഭ തുടങ്ങിയത്. അതുകൊണ്ട് ആ സഭയോട് പറഞ്ഞത് ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. മന്ത്രവാദവും ആഭിചാരവും ശുദ്രപ്രയോഗവും തന്ത്രങ്ങളും വർദ്ധിക്കുന്ന ഈ കാലയളവിൽ ദൈവമക്കളോട് ഇന്ന് രാത്രി അറിയിപ്പാനുള്ള ആത്മിക സന്ദേശം, നീ ഉഴപ്പ് നടക്കാതെ ആത്മാവിൽ ബലപ്പെടുക. മന്ത്രവാദികളുടെ ഈറ്റില്ല. അവിടെ വായിക്കുന്നത് യഹൂദന്മാർ വരെ മന്ത്രവാദികളാണ്. ആ 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ മന്ത്രവാദികൾ യഹൂദന്മാർ വരെ മന്ത്രവാദിയാണ് വായിച്ചേ. എന്നാൽ ദേശാന്തരികളെ നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ, ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ. അപ്പോൾ വചനം പഠിക്കുന്നവർക്കറിയാം, എഫെസോസുകാരോട് പറയുക കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. അത് പറയാൻ കാരണം മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം. ആ പട്ടണം യഹൂദന്മാര് വരെ മന്ത്രവാദിയാ. യഹൂദന്മാര് മന്ത്രവാദിയാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാൻ പറ്റും. യഹൂദൻ പ്രമാണമുള്ളവനാ. റോമാലേഖനം 9-ാം അധ്യായത്തിന് 3-ാം വാക്യം പഠിക്കുമ്പോൾ ന്യായപ്രമാണവും വാക്തത്വവും പിതാക്കന്മാരും കൽപ്പനയും ചാട്ടവും അല്ല അവർക്ക് മാത്രം. പിതാക്കന്മാരും അവർക്ക് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നാ. പുറപ്പാട് പുസ്തകവും ആവർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സമ്പത്താ, ദൈവത്തിന്റെ പ്രത്യേക ജനമാ, ദൈവത്തിന്റെ സ്വന്തം ജനമാ. അതാ യഹൂദൻ. ഇങ്ങനെയുള്ള യഹൂദന്മാരെ മന്ത്രവാദം ചെയ്യാം. അപ്പൊ പിന്നെ മറ്റുള്ളവന്റെ കാര്യമോ? നിങ്ങൾ നിയന്ത്രിച്ചേ. ഇപ്പൊ അക്രൈസ്തവരായ ആൾക്കാര് കേസും കോടതിയും മഴക്കുമായിട്ട് നിർത്തി. അവർ പറഞ്ഞു നമുക്ക് ക്രിസ്ത്യാനികളുടെ കൂടെ പോയി പ്രാർത്ഥിക്കാം. അവര് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാ, ക്രിസ്ത്യാനികളാ, ദൈവമക്കളാ. അപ്പൊ ക്രിസ്ത്യാനി അല്ലാത്ത ഇതര മതസ്ഥൻ, ഇതര വിഭാഗത്തിൽപ്പെട്ട ആള് വർഷങ്ങളായിട്ട് കേസും കോടതിയും നടത്തി അവര് പരുവക്കേടായി. അവസാനം അവരൊരു തീരുമാനത്തിൽ വന്ന് നമുക്ക് ക്രിസ്ത്യാനികളുടെ കൂടെ പോയി പ്രാർത്ഥിക്കാം. ഇനി എന്റെ ശൈലി പറഞ്ഞാൽ പെന്തിക്കോസുകാരുടെ കൂടെ പോകാം. എന്നാൽ അവരിങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പം റോഡിൽ കടന്ന് വഴക്കുണ്ടാക്കുന്നു. ആരാ? ഓർത്തഡോക്സും യാക്കോബായും. മനസ്സിലാകുന്നുണ്ടോ? അവരതെല്ലാം നിർത്തി ഇങ്ങോട്ട് വന്നതാ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം IPCയും ചർച്ചോടും കൂടെ പാടില്ലെന്നായി പറഞ്ഞത്. യഹൂദന്മാര് വരെ മാതൃകയായിട്ട് ജീവിക്കേണ്ട നീ മന്ത്രവാദം ചെയ്താൽ മാതൃക ഇല്ലാത്തവന്റെ കാര്യം പറയണോ? യഹൂദന്മാര് വരെ മന്ത്രവാദി. മാത്രമല്ല, 1-2 മന്ത്രവാദിയല്ല, അനേകം മന്ത്രവാദി ഉണ്ടെന്ന 19-ാം വാക്യം പെട്ടെന്ന് വായിച്ചേ. 19. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും. ആ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും. അപ്പൊ ഒന്നല്ല, അനേകം ക്ഷുദ്രപ്രയോഗം ചെയ്യുക പലരും. ഇനി അടുത്തത് തങ്ങളുടെ പുസ്തകങ്ങളെ അപ്പൊ പുസ്തകം വെച്ച് പഠിച്ച മന്ത്രവാദികളാ. അപ്പൊ എഫെസോസുകാരോട് പറയുക കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. പറയാൻ കാരണം മന്ത്രവാദികളുടെ ഈറ്റില്ലത്തിലാ സഭ തുടങ്ങിയത്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, ജയിച്ചു കയറണമെങ്കിൽ, ബലപ്പെട്ടു പോകണമെങ്കിൽ സ്വയശക്തി കൊണ്ടോ കായബലം കൊണ്ടോ പല പൊളിറ്റിക്കൽ ബലം കൊണ്ടോ ഒന്നും രക്ഷപ്പെടുകയല്ലെന്ന്. ആത്മശക്തി ഏറ്റെടുക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോട് എനിക്കറിയിപ്പാനുള്ള ആത്മീക സന്ദേശം, നീ ആത്മാവിൽ ബലപ്പെടണം. പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കണം.
അപ്പോൾ മന്ത്രവാദികളുടെ ഈറ്റില്ല ഒന്നും രണ്ടും മന്ത്രവാദിയല്ല, അനേകം മന്ത്രവാദി, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും പുസ്തകങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഗ്രന്ഥം വെച്ച് പഠിച്ച മന്ത്രവാദികളാണ്, അല്ലാതെ ലൊട്ടിലൊടുക്കല്ല. മനസ്സിലായോ? ലൊട്ടിലൊടുക്ക് മന്ത്രവാദിയല്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മന്ത്രവാദത്തിൽ ബിരുദം പ്രാപിച്ചവരായി മന്ത്രവാദികൾ, അല്ലെ പുസ്തകം വെച്ച് പഠിച്ചതാ. ആ പുസ്തകം എല്ലാം കൂടെ കൊണ്ട് കത്തിച്ച് അതിന്റെ വില കണക്ക് കൂട്ടിയപ്പോ 50,000 വെള്ളിക്കാശ്. 50,000 വെള്ളിക്കാശ്. ഇന്നത്തെ 50,000 അല്ല, അന്നത്തെ 50,000 എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന മന്ത്രഗ്രന്ഥങ്ങൾ ഉള്ള മന്ത്രവാദികൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഉള്ള മന്ത്രവാദി. മനസ്സിലായോ? ഒന്ന് മന്ത്രവാദികളുടെ ഈറ്റില്ലം, രണ്ട് നിരവധി മന്ത്രവാദി, യഹൂദന്മാര് വരെ മന്ത്രവാദി, മാത്രമല്ല ഗ്രന്ഥം വെച്ച് പഠിച്ച മന്ത്രവാദി. ഇങ്ങനെയുള്ള മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമായി എഫെസോസ് പട്ടണം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഇവിടെ നിലനിൽക്കണമെങ്കിൽ ദൈവാത്മശക്തി പ്രാപിച്ചോണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഒരു സന്ദേശം അറിയിക്കാൻ, ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഉഴപ്പു ജീവിതം നയിക്കരുത്, അലസരായിട്ട് ജീവിക്കരുത്, ഉദാസനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന ഇരമ്യാവ് 48:10 വായിക്കുന്നത്. ആമേ, ഭിനേകാസനെ പോലെ തീഷ്ണതയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തി ഏറ്റെടുത്ത് ആത്മാവിൽ ബലപ്പെടണം. ഇങ്ങനെ ആത്മാവിൽ ബലപ്പെട്ട് ഒരു ജീവിതം നയിക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്.